നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടിയിട്ടുള്ളത്. ഗോർഡിയോള ആണ് ആദ്യം സിറ്റിക്ക് ലീഡ് നേടിക്കൊടുത്തത്. പക്ഷേ ആൻ്റണി ഗോർഡൻ്റെ പെനാൽറ്റി ഗോളിലൂടെ ന്യൂകാസിൽ യുണൈറ്റഡ് സമനില പിടിച്ചെടുക്കുകയായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ റോഡ്രി ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. ACL ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഇനി റോഡ്രി കളിക്കാനുള്ള സാധ്യത കുറവാണ്. ഇന്നലത്തെ മത്സരത്തിൽ റോഡ്രിയുടെ അഭാവം അത് ശരിക്കും മാഞ്ചസ്റ്റർ സിറ്റിക്ക് അറിഞ്ഞിരുന്നു. റോഡ്രി ഇല്ലാത്ത ഈ ഒരു പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റോഡ്രി ഇപ്പോൾ ടീമിനോടൊപ്പം ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. മധ്യനിരയിലെ ബാക്കി എല്ലാ താരങ്ങളും മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ റോഡ്രി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട്. മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. മധ്യനിരയിൽ ഞങ്ങൾ സ്ട്രോങ് ആയിരുന്നു, അവസരങ്ങളും ലഭിച്ചിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾക്ക് കൂടുതൽ ഗോളുകൾ നേടാൻ സാധിക്കുമായിരുന്നു. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ രണ്ടാമത്തെ സമനിലയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ വഴങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ലിവർപൂളാണ്. 6 മത്സരങ്ങളിൽ നിന്ന് 15 പോയിൻ്റാണ് ലിവർപൂളിന് ഉള്ളത്. മൂന്നാം സ്ഥാനത്ത് ആഴ്സണലും 4-ാം സ്ഥാനത്ത് ചെൽസിയുമാണ് ഇപ്പോൾ വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.